കടല് പോലെ കിടക്കുന്നുണ്ടോ കന്നാനായിട്ടൊക്കെ? എന്നാ ഭംഗിയല്ലേ? അപ്പൊ നമ്മുടെ വിഷയം ഇന്നത്തെ പറഞ്ഞ ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ടേ. ആ സൈറ്റിലേക്ക് പോവാ. നേരെ സൈറ്റിൽ ചെന്നിട്ട് വേണം. ഓക്കെ, ഇനി ചെയ്യാനുള്ള വർക്ക് ഇവിടെയാണ്. ആ ഞാനായിരുന്നു നേരത്തെ കളച്ചേ. നമുക്കൊരു എന്നാ കുഴിയാ? മീഡിയം കുഴി. എന്നെ നടാനുള്ള ഊതുമരം നടാനുള്ള. ആ അടലപ്പെടുത്തേണ്ട ആവശ്യമില്ലോ. എങ്ങനെയാ? അടലപ്പെടുത്തേണ്ട ആവശ്യമില്ലോ. വേണ്ട. ഇവിടുത്തെ അഞ്ചിനെങ്കിലും നിർത്തി വെക്കണ്ടേ? അല്ലേ? അതെന്നാ മരം വന്നെ? ഊത് ഇത്രയെങ്കിലും അകത്തണ്ടേ? ഈ ഏരിയയിലുള്ളോ? ഇത്ര എന്തിനും കുഴപ്പമില്ല. ഇവിടുത്തെ സൈറ്റില് പണി എന്നാന്ന് ചോദിച്ചാല് ചെറിയ കുഴി കുത്താന്നുള്ള പണിയാണ് ഇവിടെ ഉള്ളത്. ഊതെന്ന് പറഞ്ഞ മരം നടാൻ വേണ്ടിയുള്ള കുഴികൾ കുത്തുക. 6 അടി നീളത്തില് 40-40 കുഴി എടുക്കാനുണ്ട്. ഫസ്റ്റ് കുഴി ഇവിടെ തന്നെ കുത്താം. ഇതാണ് ഇവിടുത്തെ പണിയെ. 1 ബക്കറ്റ് താഴ്ചയാണ് സൈറ്റുകാരൻ പറഞ്ഞിരിക്കുന്നത്. ഒറ്റ ബക്കറ്റ് എന്ന് പറഞ്ഞില്ല ഞാന്. ചേട്ടാ ഇത് മതിയോ താഴ്ച? ഇനി താഴ്ത്തണോ? നോക്കിയേ. ഒരു ബക്കറ്റ് മണ്ണ് പോരാനാ ഉണ്ടായിരുന്നു. ഇന്നും രാവിലെ മഴയായിരുന്നു. മഴയ്ക്കൊരു ശമനമില്ല കേട്ടോ. പക്ഷെ ഇപ്പം വെയിലാ. വെയില് തുടങ്ങിയ വെയില്, മഴ തുടങ്ങിയ മഴ. ഇതാട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് തെറ്റിപ്പോയി കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് 1 ബക്കറ്റ് താഴ്ച 6 അടി ഗ്യാപ്പിട്ട് കുഴി കുത്താനാണ്. ഊതെന്ന് പറഞ്ഞ മരം നടാനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സൈഡിലെ കുഴി കുത്തിയിട്ട് ഈ സൈഡിലേക്കാണ് എഴുതാൻ മണ്ണ്. ഇനി അതിലേക്കൂടെ മാത്രമേ ഉള്ളൂ മരം നടുന്നുള്ളൂ കേട്ടോ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്ന് കിളച്ച് പോയതാണ്. അന്നേരം ഇവരിത് പറക്കില്ല. ബാക്കി പിന്നെ ചെയ്യും. കുഴി കുത്താം. ഓക്കെ, കുഴി കുത്തി ഇവിടെ വരെ വന്നു കേട്ടോ. ഏകദേശം എത്ര വഴി എടുത്തു? 1, 2, 3, 4, 5, 6, 7 കുഴി എടുത്തു. ഇപ്പൊ ഇത്രയും ദൂരം. ഇത് 8ാമത്തെ കുഴിയാണ് എടുത്തോണ്ടിരിക്കുന്നത്. നേരത്തെ കിളച്ചതായിട്ടാണ്ട് ഞാനോർത്ത് ഇവിടെ താന്ന് പോകാതിരിക്കുന്നു. വണ്ടി കയറുമ്പോ വലിയ ചെളിയൊന്നുമില്ല കേട്ടോ. വണ്ടി സോഫ്റ്റായിട്ട് കയറി പോകുന്നുണ്ട്. മഴ പെയ്യായിരുന്നാ മതിയായിരുന്നു. ഇപ്പൊ നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ കപ്പയാണ്. കപ്പ ഒരു നേരം പറിച്ചോളാനോ. ആ സൈഡിൽ അങ്ങോട്ട് തിരിയാൻ പാടായിരുന്നു. നേരെ വണ്ടി തിരിച്ച് നേരെ ഓപ്പോസിറ്റ് ആക്കി വെച്ചേക്കും. ഇനി ഇങ്ങനെ ഒന്ന് കുത്താം. ആ സൈഡിൽ കപ്പയുണ്ട്. ഇനി കപ്പയുടെ ഒരു നേരം പറിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കപ്പ പോകാൻ നോക്കാം. കപ്പയൊക്കെ നട്ടിട്ട് കിളുത്ത് നിൽക്കുന്ന ഇങ്ങനെ കളയാൻ തോന്നില്ല. പറ്റുവാണെങ്കിൽ പോകാൻ നോക്കാം. അല്ലെങ്കിൽ കോട്ടയം ഇങ്ങനെ ഒന്ന് കുത്തുമ്പോൾ പാടാണ്. മണ്ണ് ഇങ്ങോട്ട് മണ്ണ് ഇങ്ങോട്ട് തന്നെ ഇടാം. ഈ വീട് വെച്ചേക്കുന്ന മിക്കവാറും പ്ലോട്ടുകളെല്ലാം നമ്മൾ തന്നെ ലെവൽ ചെയ്തതാണ്. ഈ സ്ഥലം മാത്രം എന്തോ കൃഷി ചെയ്യാനുള്ള പരിപാടിയാണ് തോന്നുന്നു. വീടിപ്പം വെക്കുന്നില്ലായിരിക്കണം. ഇവിടെയുള്ള ആൾക്കാർ മേടിച്ചല്ല, വേറെ പുറത്തുനിന്നുള്ള ആൾക്കാർ മേടിച്ചു. ഇപ്പം താഴെ ഒരു 10 സെൻറ്റ് പ്ലോട്ടുണ്ട്. 10 സെൻറ്റ് 20 സെൻറ്റ് താഴെ ഉള്ളൂ. 15 സെൻറ്റ് താഴെ ഉള്ളൂ. അത് കളയ്ക്കാൻ വരെ മറ്റേ 70 കിറ്റാച്ചി വന്നാണ് അവിടെ കളിച്ചോട്ടെ. ഇപ്പം മിക്ക സ്ഥലങ്ങളിലും കളിക്കാൻ കിറ്റാച്ചികളാണ്. JCBക്ക് കിള ഇപ്പം കുറവാന്ന് തോന്നുന്നു. എങ്ങും വിളിയില്ല. അതും കപ്പ നടാൻ വേണ്ടി കേട്ടോ കിറ്റാച്ചി വന്ന് കളിച്ചത്. എന്ത് ചെയ്യാൻ. ഞാനന്നേരം കിറ്റാച്ചി കളിക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു 10 സെൻറ്റ് കളിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോഴാണ് തീരെ ചെറിയ പണികൾ വരെ കിറ്റാച്ചി ഏറ്റെടുത്തിരിക്കുക. നമ്മുടെ പണി പോവുമാവും. ഇവിടെ കപ്പയുണ്ട്. കാര്യം പറഞ്ഞാൽ
ഒരു മൂട് കപ്പ പറിക്കേണ്ടി വരും കേട്ടോ. പറിച്ചു കപ്പ കളയാതെ നോക്കാൻ നടപടിയില്ല, ഒരു നേരം അങ്ങ് പോകും. ഇല്ലായിട്ട് തന്നെ ചെയ്യണം. മണ്ണിടുകയും വേണം. മണ്ണിടുന്നിടത്ത് കപ്പ പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ് എടുക്കാതിരിക്കും. ഈ രണ്ട് കുഴി തമ്മിൽ കുറച്ച് അകലെ കൂടുതൽ തോന്നുന്നുണ്ട്. അളവ് വെക്കാത്തതുകൊണ്ട് ഈ രീതിയിലങ്ങ് എടുത്തു പോയി. എന്നാലും വണ്ടി നിൽക്കുന്ന ഭാഗത്തെ കപ്പയും പോവും, കുഴി എടുക്കുന്ന ഭാഗത്തെ കപ്പയും പോവും. അതാണ് കാര്യം. എന്താണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ബാക്കി കുഴി കൂടെ എടുക്കാവേ. ഏതായാലും 1 മണിക്കൂർ താഴെ 1 മണിക്കൂർ പണിയേ ഉള്ളൂ ഇത്. ഈ സൈഡിലെ കുഴി അങ്ങ് രണ്ട് അതിന് തീർന്നു കേട്ടോ. ഇനിയിപ്പോ പറമ്പിന്റെ നടുക്കൂടാണ് കുഴി എടുക്കുന്നത്. നടുക്കൂടെന്ന് പറയുമ്പോ ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് കൂടുതൽ ഇട്ടോളാണ്. ഊത് നടാനാന്ന് പറഞ്ഞു. ഊതെന്ന് പറഞ്ഞ സാധനം ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ, കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ എങ്ങാനും അതിന്റെ തൈ ഇവിടെ മേടിച്ചിട്ടുണ്ടെന്നാണ്. ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വർക്ക് കഴിയുമ്പോൾ ഒത്തിരി പേര് കാണാൻ ചാൻസ് കുറവുള്ള സാധനം അത്. ഒരുപാട് പേരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഊത്. അത് നോക്കാം. തല വളർത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ. കപ്പയാണ്. കപ്പ നട്ടേക്കുന്നതിന്റെ നടുക്കൂടെ ആയിരുന്നു ഈ അംഗം മൊത്തം നടക്കുന്നു. കപ്പ പോവാണ് പൊക്കട്ടം കഴിക്കും. ഈ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച മേളിൽ കഴിഞ്ഞിട്ടുണ്ട്. 1.5-2 ആഴ്ച ആയിട്ടുണ്ട്. ഇതിപ്പോൾ അപ്ലോഡ് ചെയ്തത് ഇന്നാണ്. ഈ കാലാവസ്ഥ കാണാൻ മനസ്സിലാവുമല്ലോ. ഇപ്പം നല്ല മഴയല്ലേ. അന്ന് മഴയൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഇന്നുകൊണ്ട് തന്നെ ഒരു 2-3 കുഴി എടുക്കാം. 3 കുഴി എടുത്താൽ അത് കഴിഞ്ഞ് വണ്ടി മാറ്റിയാൽ മതി. അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അഥവാ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വണ്ടി മാറ്റാം. ഒത്തിരി പഠിപ്പിക്കുന്നില്ല. നമുക്ക് കുറച്ചുകൂടെ കുഴി എടുക്കട്ടെ, എന്നിട്ട് കാണിക്കാവേ. എത്ര കുഴി എടുത്തെന്ന് നോക്കണമല്ലോ. അടുത്ത ലാസ്റ്റത്തെ കുഴിയുടെ കുത്തുവാണ്. ഇവിടുത്തെ വർക്ക് തീർന്നു. ഏതാണ്ട് 10-35-40 കുഴിയുടെ അടുത്തങ്ങാണ്ട് കുത്തിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് എണ്ണാൻ പറ്റിയില്ല. കുത്തി പോരുമായിരുന്നു. ഇവിടുത്തെ വർക്ക് ഏതാണ്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ എവിടെയെങ്കിലും വർക്കുണ്ടെങ്കിൽ പോകാം, അല്ലെങ്കിൽ നേരെ വീട്ടിൽ പോകാം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.